നമസ്കാരം. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എന്തൊരു ഭയമാണ് UDF-നും VD സതീശൻ സർക്കാരിനും പിണറായി വിജയനെയും LDF-നെയും. വലതുപക്ഷ മാധ്യമങ്ങൾക്കും എന്തൊരു ഭയമാണ് ഈ പ്രതിപക്ഷത്തെ. എത്രയധികം വ്യാജ വാർത്തകളാണ് വലതുപക്ഷ മാധ്യമങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും തട്ടിവിടുന്നത്. എന്തായാലും ഭരണപക്ഷത്തിരുന്നത് പോലെ ഒന്നുമല്ല ഇപ്പോൾ പ്രതിപക്ഷം. നുണകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിനുള്ളിൽ പൊളിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെയൊക്കെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും ഒക്കെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ വലിയ വീഴ്ചകൾ വരുത്തിയിരുന്നു LDF-ഉം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ. ഇതിനൊക്കെ വിശദീകരണം കൊടുക്കേണ്ടതുണ്ടോ, ഇത് കൊടുക്കാതെ തന്നെ ജനങ്ങൾ വിശ്വസിക്കില്ലേ എന്നൊരു നിലപാടൊക്കെ ആയിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു. നുണ വന്നാൽ വിത്തിൻ സെക്കൻഡ് തന്നെ അത് പൊളിച്ചടക്കണമെന്നും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ, അതായത് സത്യം പുറത്തു വരുന്നതിന് മുമ്പ് ഡിജിറ്റൽ അറിയാമല്ലോ കാലഘട്ടത്തിൽ നുണ ഒരു 100 വട്ടമല്ല, ഒരു 10,000 വട്ടമല്ല, ഒരു 1 കോടി വട്ടം കറങ്ങി തിരിഞ്ഞു വന്ന് കാണുമെന്ന് അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോ നുണ ചെരിപ്പിടാമെന്നൊന്നും നോക്കി നിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ നുണ വരുമ്പോൾ തന്നെ അങ്ങ് പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ പണം നമ്മുടെ മുക്കിയിട്ടുണ്ട് LDF-ഉം സഖാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ എന്ന രീതിയിൽ ഒരു വലതുപക്ഷ മാധ്യമം ഒരു വാർത്ത പ്രചരിപ്പിച്ചിരുന്നല്ലോ. നമ്മുടെ മാപ്പിളയുടെ പത്രവും ചാനലും തന്നെ. അപ്പോൾ ഒരു വാർത്ത പ്രചരിപ്പിച്ചിരുന്നല്ലോ. അപ്പൊ അതിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു, മദ്യനയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഈ പിണറായി വിജയനെയും പ്രതിപക്ഷത്തെയും സതീശൻ ഭയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ യൂട്ടേൺ അടികളൊക്കെ തുറന്നു കാട്ടുന്നു, ഈ നുണകളൊക്കെ തുറന്നു കാട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാലും എന്തൊരു ഭയമാണോ മേനോൻ സതീശ താങ്കൾക്ക് ഈ പിണറായി വിജയന്. നമുക്ക് ആദ്യം തന്നെ ആ വ്യാജ വാർത്തക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഒന്ന് നോക്കാം. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി ഒരു വാർത്ത പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള CAG ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ വാർത്തയ്ക്ക് ആധാരം. റിപ്പോർട്ടിലെ നിഗമനങ്ങളിൽ സ്റ്റേറ്റ് ട്രഷറി സേവിങ്സ് ബാങ്കിൽ, അതായത് STSB നിന്നുള്ള തുകകൾ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഭാഗത്താണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം പിൻവലിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ റിപ്പോർട്ടിന്റെ 139 പേജിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ 139 പേജിൽ ഈ വിശദീകരിക്കുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ പ്രതിപക്ഷത്തിനെതിരെ വ്യാജ പ്രചരണങ്ങളൊക്കെ അടിച്ചുവിടുന്നത്. അതായത് അറിയാമല്ലോ, ഒരു മാസം പോലും തികഞ്ഞില്ല ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെതിരെ അഴിമതി ആരോപണം വരെ വന്നിരിക്കുകയാണ്. വലിയൊരു ചരിത്രമാണത്, വലിയൊരു റെക്കോർഡാണ്. അപ്പൊ അതിനിടയിൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ നുണ പറയേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ നുണകളൊക്കെ പറയുന്നത്. അപ്പൊ 139 പേജിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നോക്കാം. 2024-25 വർഷത്തിൽ 5 STSB അക്കൗണ്ടുകളിൽ കിടന്നിരുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട 262.06 കോടിയുടെ പൊതുസംഭാവനകൾ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് തിരിച്ചെടുത്തു. STSB അക്കൗണ്ടുകളിൽ കിടന്നിരുന്ന ഇത്തരത്തിലുള്ള സർക്കാരിതര ഫണ്ടുകൾ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് തിരിച്ചെടുത്തത് ക്രമരഹിതമാണ്. അതേ ഭാഗത്ത് തന്നെ STSB അക്കൗണ്ടുകളിൽ സാമ്പത്തിക വർഷാവസാനം വിനിയോഗിക്കാതെ കിടക്കുന്ന തുക പൊതുകണക്കിന്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി എല്ലാ വർഷവും തിരിച്ചെടുക്കാറുണ്ടെന്ന് സർക്കാർ മറുപടി നൽകിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചെടുത്ത CMDRF ഫണ്ടുകൾ അതാത് STSB അക്കൗണ്ടുകളിൽ അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ വാരത്തിൽ തന്നെ റീ അലോക്കേറ്റ് ചെയ്തു കൊടുത്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നും വസ്തുതകൾ വ്യക്തമാണ്. ഓരോ സാമ്പത്തിക വർഷാവസാനവും മാർച്ച് 31-ന് സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ തുടങ്ങിയ സർക്കാരുമായി ബന്ധപ്പെട്ട ട്രഷറി അക്കൗണ്ടുകളിൽ ചെലവഴിക്കാതെ കിടക്കുന്ന തുക സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു നടപടിക്രമം നിലവിലുണ്ട്. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോരുന്ന സുതാര്യമായ ഒരു ക്രമീകരണമാണിത്. എന്നാൽ ഈ തുക പുതിയ സാമ്പത്തിക വർഷാരംഭത്തിൽ കാലതാമസമില്ലാതെ പഴയപടി ട്രഷറി അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യുകയാണ് പതിവ്. സർക്കാരിന്റെ വകുപ്പുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ചെലവഴിക്കാതെ കിടക്കുന്ന പണം സാമ്പത്തിക വർഷാവസാനം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് മാറ്റുകയും പിന്നീട് തിരിച്ചു നൽകുകയും ചെയ്യുന്നതിൽ ദുരൂഹതയില്ല. ഇത്തരത്തിൽ മാറ്റം ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നഷ്ടപ്പെടുന്നില്ല. ദുരിതാശ്വാസ നിധിയിലെ പണം പൂർണ്ണമായും സുരക്ഷിതമാണ്. അത് മറ്റേതെങ്കിലും ആവശ്യത്തിനായി വകമാറ്റുകയോ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല.
ട്രഷറി അക്കൗണ്ടിൽ തന്നെ ആ പണം സുരക്ഷിതമായി നിലനിൽക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയിട്ടും നിർഭാഗ്യവശാൽ അക്കൗണ്ടന്റ് ജനറൽ ഈ വസ്തുതകളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സിയാനേജി റിപ്പോർട്ടിൽ STSP അക്കൗണ്ടിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കും തിരിച്ചും ചെലവഴിക്കാതെ കിടന്ന പണം മാറ്റിയത് ക്രമരഹിതമാണെന്ന് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരുവിധ സാമ്പത്തിക ദുരുപയോഗമോ നഷ്ടമോ ആരോപിച്ചിട്ടില്ല. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്വാസം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കാനും റിപ്പോർട്ടിനെ മറയാക്കി രാഷ്ട്രീയ പ്രേരിതമായി ബോധപൂർവം ശ്രമം നടത്തുകയാണ്. യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം നുണവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രതികരണം എന്താണ്? UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത് 1 മാസം തികഞ്ഞില്ല, അതിനുള്ളിൽ അഴിമതിയുടെ ദുരൂഹതകൾ ഈ സർക്കാരിനെ വലയം വെച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് പ്രഖ്യാപനം വമ്പൻ അഴിമതികൾക്കും കോർപ്പറേറ്റ് കൊള്ളകൾക്കും വഴിയൊരുക്കാനുള്ള തീട്ടൂരമാണെന്ന പ്രതിപക്ഷ നിരീക്ഷണം ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ബക്കാഡി എന്ന കുത്തക മദ്യ കമ്പനിക്ക് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 251% നിന്ന് 120% ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കാൻ നടത്തിയ ഗൂഢ നീക്കങ്ങൾ മാധ്യമങ്ങൾ ഇന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടു. അധികാരം ഏറ്റെടുത്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ വകുപ്പ് മന്ത്രിയോ കോൺഗ്രസ് നേതൃത്വമോ പോലും അറിയാതെ ശരവേഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനായുള്ള ചരടുവലികൾ നടത്തി. തിരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് ഒഴുകിയെത്തിയ കോടികളുടെ കള്ളപ്പണത്തിനുള്ള പ്രത്യുപകാരമായാണ് UDF സംസ്ഥാന ഭരണത്തെ ഉപയോഗിക്കുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. നിയമസഭയിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പലതും മറയ്ക്കാനുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രസംഗം സഭാരേഖകളിൽ നിന്നും സഭാ TV-യിൽ നിന്നും നീക്കം ചെയ്യാനും മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത് ആ പരിഭ്രമം വ്യക്തമാക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുക്കുന്നത് തടയാൻ സാധിക്കില്ല. നാടിനെ കുത്തകകൾക്ക് തീരെഴുതുന്ന മദ്യത്തിൽ മുക്കുന്ന സർക്കാർ അഴിമതിക്കെതിരെ LDF-നൊപ്പം ജനങ്ങൾ അണിചേരും. അന്യായമായി നടപടി തിരുത്തുന്നതിനായി നാടൊന്നാകെ സ്വരമുയർത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഓരോ നുണകളും പൊളിച്ചടക്കുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കിയത് LDF സർക്കാർ ആണെന്ന ഒരു നുണ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, അത് പൊളിച്ചടക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നുണകളുടെ വലിയ ഒരു എന്താ പറയാ, ഒരു നുണക്കൊട്ടാരം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ നുണക്കൊട്ടാരം മുഴുവൻ പൊളിച്ചടക്കുന്ന ഒരു പ്രതിപക്ഷത്തെ കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. നോക്കൂ, എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താലും സമ്മതിക്കില്ല. എന്താണ് കാരണം? അനുമതി കൊടുക്കാത്തത്. അപ്പോൾ നുണ പൊളിഞ്ഞു വീഴും. നമ്മുടെ ഇവിടെ വലിയ രീതിയിൽ തന്നെ രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പൊ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു, ഇല്ല ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഈ മദ്യനികുതി കുറച്ചുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വിളിക്കുന്നു, അതിനും തയ്യാറല്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വിളിക്കുന്നു, അതിനും തയ്യാറല്ല. അങ്ങനെ ഒന്നിനും തയ്യാറാകാത്ത ഒരു സർക്കാർ, എല്ലാത്തിനെയും ഭയന്ന് ഓടി മറയുന്ന ഒരു സർക്കാർ. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അങ്ങ് കലക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് വിറപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ സഭയിൽ കാണുകയാണ്. സഭയിൽ പിണറായി വിജയൻ ഓരോ ദിവസവും നടത്തുന്ന പ്രസംഗങ്ങളിൽ എത്രയധികം നുണകളാണ്, സർക്കാരിന്റെ നുണകളാണ് പൊളിച്ചടക്കുന്നത് അല്ലെ. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയേക്കാൾ 10 മടങ്ങ് മുന്നിലാണ് എന്തായാലും പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഭരണത്തിൽ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ അഴിമതി ആരോപണം നേരിട്ടിരിക്കുന്നു. ഒപ്പം അതുപോലെ തന്നെ നിരവധി രീതിയിലുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. LDF മാറി UDF വന്നാൽ അഴിമതിയും അതിനൊപ്പം തന്നെ വരുമെന്ന് പറഞ്ഞ് എത്രയോ ശരിയാണെന്ന് നമ്മൾ കാണുകയാണ്. എന്തായാലും ജനം ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ്. ചേഞ്ച് ആഗ്രഹിച്ച ആളുകളൊക്കെ ഇതൊരു വല്ലാത്ത ചേഞ്ചായി എന്ന് പറയുകയാണ്. എല്ലാവരും സതീശനെ നോക്കി ഞങ്ങളെ പട്ടിച്ചു കളഞ്ഞിലുള്ള മഹാഭാവി എന്നൊക്കെ പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയാണ്. എന്തായാലും പല കാലഘട്ടത്തിലും പല സർക്കാരുകൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഈ സർക്കാർ നേരിടുന്ന വിമർശനങ്ങളൊക്കെ അവർ ചോദിച്ചു മേടിക്കുന്നത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു, ജനങ്ങളെ നഗ്നമായി പറ്റിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും VD സതീശന്റെ ഭാവി പോലും തുലാസിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. കാരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ കഴിഞ്ഞ ദിവസം ഈ മദ്യ നികുതി കുറച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സത്യം പറഞ്ഞാൽ സഭയിൽ ഇപ്പോൾ VD സതീശൻ ആകെ ആടി ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഈ സർക്കാർ സത്യത്തിൽ വെന്റിലേറ്ററിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 5 വർഷം കൊണ്ട് ഇവർ ഏത് നൂറ്റാണ്ടിലേക്ക് കേരളത്തെ കൊണ്ടുപോയി എത്തിക്കുമെന്ന ഒരു ആശങ്ക സത്യത്തിൽ ഉണ്ട് കേട്ടോ.